ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജിതിൻ അവർക്ക് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1191 സ്ക്വയർ ഫീറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ. ഓവറോൾ വരുമ്പോൾ അത് 1940 1940 വരുന്നുണ്ട്. ഈ വരുന്ന വീടിൻ്റെ പ്രത്യേകത ചെറിയൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ പറയുന്ന ഹാളിലേക്കാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈസ്റ്റ് ഫേസിംഗ് ആണ് ഈ വരുന്നത്. ഈ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി വരുന്നതാണ് നമ്മൾ ഡ്രോയിങ് റൂം. ഈ ഡ്രോയിങ് റൂമിൽ തന്നെ നമ്മളൊരു പൂജയ്ക്കുള്ള ഒരു പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഫാമിലി ലിവിങ്ങിലേക്ക് കിടക്കുന്നത്. അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ സ്റ്റെയർ കേസും കയറി പോകുന്നത്. ഈ ഏരിയയിൽ നിന്നാണ് നമ്മൾ കിച്ചൺ വന്ന് കിച്ചണിലൊരു വർക്ക് ഏരിയ. അതേപോലെ തന്നെ ഈ കിച്ചണിൽ തന്നെ നമുക്കൊരു ഈ വരുന്ന ഇതിനകത്ത് സ്റ്റോർ നമ്മൾ കൊടുത്തിട്ടില്ല, കാരണം ഇതിനകത്ത് സ്റ്റോർ വേണ്ട എന്നുള്ളതാണ് ക്ലയൻറ്റിൻ്റെ ആവശ്യം. അതേപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ താഴെയോടെയാണ് ഒരു കോമൺ വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം സൈഡിൽ നമുക്കൊരു ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയിൽ ചെറിയൊരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്, കാരണം ഒരു ക്ലയൻറ്റിൻ്റെ പ്രത്യേക ഒരു ആവശ്യമായിരുന്നു സിറ്റിംഗ് ഏരിയ, കാരണം ആ വിൻഡോയിൽ ചേർത്തിട്ട്. അത് കഴിഞ്ഞാൽ നേരെ വരുന്നതാണ് നമ്മളുടെ സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടൊരു ബെഡ്റൂം, അതിനകത്ത് ഡ്രസ്സ് ടോയ്ലറ്റ്. അതേപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം, അതിനകത്ത് ടോയ്ലറ്റ്. ഇതിനകത്ത് നമുക്ക് ഡ്രസ്സിംഗ് റൂം കൊടുത്തിട്ടില്ല, കാരണം ഏരിയ ലിമിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയിലാണ് നമ്മളതെല്ലാം ഒഴിവാക്കിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ. ഈ വീടിൻ്റെ വീതി എന്ന് പറയുന്നത് 12.24 ഡെപ്ത് എന്ന് പറയുന്നത് 12.26 ആണ് മൊത്തം വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ വിശേഷങ്ങൾ. ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞാൽ 749 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള വരുന്ന ഏരിയ. അതായത് സ്റ്റെയർ കേസ് കയറി ചെല്ലുമ്പോൾ അവിടെ തന്നെ നമ്മൾ സ്കൈലൈറ്റിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. താഴോട്ടേക്ക് നല്ല ലൈറ്റ് കിട്ടുന്നതിന് സ്കൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസ് കയറി വരുന്നതിൻ്റെ ഇതിലാണ് സിറ്റിംഗ് ഏരിയ വരുന്നത്. അവിടെ ഒരു സിംഗെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഉപയോഗിക്കാൻ ചെറിയ കമ്പ്യൂട്ടർ ടേബിളെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ താഴത്തെ ബെഡ്റൂമിൻ്റെ അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു ബെഡ്റൂം, അതിനകത്ത് ഡ്രസ്സ് ടോയ്ലറ്റ്. കാരണം ആ ഏരിയ നമുക്ക് ഉയർത്തേണ്ട ഒരു ആവശ്യമുണ്ട്, കാരണം സൗത്ത് വെസ്റ്റ് അതേപോലെ ഉയർന്ന് കിടന്നോട്ടെ എന്നുള്ള ധാരണത്തിന് അവിടെ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ബെഡ്റൂം, അതിനകത്തൊരു ടോയ്ലറ്റ്. കാരണം ഈ 2 ബെഡ്റൂം മേലേക്ക് മേലെ വരുന്നത് കാരണം നമുക്ക് പ്ലംബിങ്ങും അതുപോലെ ഇതിനുള്ള ബീമുകളൊക്കെ ഒഴിവാക്കാനും അതുപോലെ കുറേ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. കാരണം സെൻട്രൽ വരുന്ന ഒരു ഏരിയയിൽ നമുക്കൊരു ബാൽക്കണി കിട്ടിയിട്ടുണ്ട്, ഓപ്പൺ ടെറസിലോട്ടുള്ളത്. ഇതാണ് നമ്മളുടെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഏരിയയുടെ ഡീറ്റെയിൽസ്.